എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. കോഴിക്കോട് മുക്കത്ത് 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിലായത് ഗോവിന്ദപുരം സ്വദേശി അംസക്കോയ. മാനസികമായി തളർന്ന കുട്ടി അംഗനവാടി അധ്യാപികയോട് പീഡന വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വീണ്ടും ഇലക്ട്രിക്കൽ വയർ മോഷണം. വയർ മോഷ്ടിച്ചത് എരിക്കശ്ശേരിപ്പാലം മുഹമ്മദിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്ന്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കൊരട്ടിക്കരയിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കുന്നംകുളം കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച്. ഇടിയുടെ ആഘാതത്തിൽ ബസ്സുകളുടെ മുൻവശം ഭാഗികമായി തകർന്നെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസ്സുകളുടെ അമിത വേഗതയും ഓവർടേക്കുമാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ. പറവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വോണം പൊന്നോണം പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പരിപാടികൾ സംഘടിപ്പിക്കും. പദ്ധതി നഗരസഭാ ചെയർമാൻ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് മുൻപായി മുഴുവൻ വാർഡുകളിലും ശുചീകരണം പൂർത്തിയാക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് CPM പുറവത്തൂർ ലോക്കൽ കമ്മിറ്റി ബഹുജന സംഗമം സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം KP പ്രവോഷ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനി നഗരസഭ ഭരണസമിതിക്കെതിരെ UDF നടത്തിയ ബഹുജന മാർച്ചിൽ ഉന്തും തള്ളും. നഗരസഭാ കാര്യാലയത്തിന്റെ ഗേറ്റ് തകർത്ത് പ്രവർത്തകർ. 15 നേതാക്കൾക്കെതിരെ കേസെടുത്ത് പോലീസ്. കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ധർണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക, ഉൽപാദന ചെലവിന് അനുസൃതമായി വില പുതുക്കി തീരുമാനിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച്. നോർത്ത് പറവൂരിൽ പുതിയ ഫുട്ബോൾ ഗ്രൗണ്ട് ഒരുങ്ങുന്നു. HMYS ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ഫുട്ബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകളുടെ ഉദ്ഘാടനം HMYS സഭാ പ്രസിഡന്റ് KB ജോഷി നിർവഹിച്ചു. ഫുട്ബോൾ പരിശീലനം നടത്തുക DDS ഫുട്ബോൾ കോച്ചിംഗ് അക്കാദമിയുമായി സഹകരിച്ച്. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭ മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ട സ്വാഗത സംഘം രൂപീകരണ യോഗം ചേർന്നു. പദ്ധതിയുടെ ഭാഗമായി വിവിധ തലങ്ങളിലായി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് രൂപരേഖ നൽകുന്നതിനുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗവും നടന്നു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. അമ്മയ്ക്കായി ഒരു മരം പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. അഗ്രികൾച്ചർ ടെക്നോളജി ആപ്ലിക്കേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ ഡയറക്ടർ ഡോക്ടർ B വെങ്കട്ട് സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കൃഷി വിജ്ഞാപന കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ കേരളത്തിലെ വിവിധ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. തൃശൂർ ICDS പ്രോജക്ട് ഒല്ലൂർക്കര അഡീഷണലിന്റെ സഹകരണത്തോടെ വിവിധ സർക്കാർ പദ്ധതികളെ കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പെരിങ്ങാവ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ ഭാരതം, ഫിറ്റ് ഇന്ത്യ, കേന്ദ്ര സർക്കാർ സാമൂഹിക സാമ്പത്തിക സുരക്ഷാ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു.